ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കേരള ലഞ്ച് മെനുവിൻ്റെ 83ാമത്തെ മെനുവിൻ്റെ ദിവസമാണ്. അപ്പോൾ ഇന്ന് ഞാൻ 2 വെജിറ്റേറിയൻ റെസിപ്പീസാണ് ഇട്ടിട്ടുള്ളത്. രണ്ടും സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പീസാണ്. ഒന്ന് അമ്പലത്തിലൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പ് ചേർക്കാത്ത പുളിങ്കറി, പിന്നെ അതിന് കോമ്പിനേഷനായിട്ട് കടച്ചക്കയും കൊണ്ടുള്ളൊരു ഫ്രൈയോ മെഴുക്കുവരട്ടിയോ എന്ത് വേണമെങ്കിൽ വിളിക്കാം. സൂപ്പർ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. അതിൻ്റെ ഒപ്പം സാലഡും പപ്പടമൊക്കെ വെച്ചിട്ട് നമ്മുടെ മീൽസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ നിറയെ മെനൂസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പീസിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ റെസിപ്പി നമ്മുടെ പുളിങ്കറിയാണ്. അപ്പോൾ അതിനായിട്ട് മത്തനും ഇളവനോ അല്ലെങ്കിൽ കുമ്പളങ്ങയോ ഞാനിങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തൊരു പ്രഷർ കുക്കറിന് എടുത്തിട്ടുണ്ട്. അത് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിയപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് അരിച്ചു ചേർക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് അരച്ചു വെച്ചിട്ട് ഒരു വിസിലിന് നമുക്കിതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിനൊരു മസാല ഉണ്ടാക്കണം. അതിനായിട്ടൊരു പാന് മീഡിയം ഫ്ലെയിമിൽ ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് പച്ചരി, ഉലുവ, മുളക്, പിന്നെ മല്ലി, ഇത്രയും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ചോപ്പിച്ചെടുക്കണം. നന്നായി ചോന്ന് വരുമ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മെല്ലെ വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാം ചോന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് തേങ്ങ ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയും കൂടെ ചേർത്തിട്ട് തേങ്ങയുടെ കളർ ഒന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് ഇറക്കാം. അപ്പോൾ അതൊന്ന് ചെറിയ തീയിലിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങ റെഡി ആയിട്ട് ഇത് തണുപ്പിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ പ്രഷർ കുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തുറന്നിട്ട് അതിലേക്ക് നമുക്ക് അരച്ചു വെച്ച മസാല ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരം ഇത് നന്നായി തിളപ്പിക്കണം. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് നന്നായി തിളച്ചോട്ടെ. അപ്പോൾ പുളിങ്കറി തിളച്ച് വന്നിട്ട് ഇനി ഇതിലേക്ക് വറുത്തിട്ടാൽ മതി. അതിനായിട്ട് വെളിച്ചെണ്ണയിൽ കടുകും മുളകും കരിവേപ്പിലയും കൂടെ ഞാൻ വറുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുളിങ്കറി റെഡി. ഇനി അടുത്ത റെസിപ്പി പറയുന്നത് കടച്ചക്കയും കൊണ്ടുള്ള മെഴുക്കുവരട്ടി അല്ലെങ്കിൽ ഫ്രൈ ആണ്. അപ്പോൾ അതിനായിട്ട് കടച്ചക്ക ഇങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി ക്ലീൻ ചെയ്തെടുത്തതാണ്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കടച്ചക്ക കോട്ടാവുന്ന പോലെ വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് സൈഡിലേക്ക് എടുത്തു വെക്കാം. 10 മിനിറ്റ് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കുറച്ച് കരിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന കടച്ചക്ക ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി കടച്ചക്ക ചെറിയ തീയിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് നല്ലോണം മുരിഞ്ഞു വരുന്ന വരെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കാൻ മറക്കരുത്. വെളിച്ചെണ്ണ വേണമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അങ്ങനെ കുക്ക് ചെയ്തെടുത്ത കടച്ചക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഊണ് റെഡിയാണ്. അപ്പോൾ ഈ റെസിപ്പീസ് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.